ഗുഡ് മോർണിംഗ് മിസോറാം. ഡേ 2 ദാ ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാണ്. ഇങ്ങനെ തന്നെ ഇന്നലെ അലക്കാനിട്ടതൊക്കെ ഉണങ്ങി. ഓ ഇത് കണ്ടോ, അവിടെ ഫ്ലവേഴ്സ് അടിപൊളിയല്ലേ? ഞാനിപ്പോഴാണ് കാണുന്നത്. അടിപൊളി ഫ്ലവേഴ്സ് ഉണ്ട്. ഇന്നലെ ഞാനിത് കണ്ടില്ല. ഇന്നലെ രാത്രി അലക്കാനിട്ടതെല്ലാം ഉണങ്ങി. നല്ല വെയിലാണ്, അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. ഹായ്, ഇന്നിപ്പോൾ ദാ പുറത്ത് പോകാൻ റെഡിയായി. പുറത്ത് പോയിട്ട് നോക്കട്ടെ എന്തെല്ലാമാണ് അവിടെ ചെയ്യാനുള്ളത്, കാണാനുള്ളത്, തിന്നാനുള്ളത് എല്ലാം നോക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതാ ഇവിടുത്തെ ഒരു ലോക്കൽ സിറ്റി ബസ്സിലാണ് കേട്ടോ ഉള്ളത്. ഇവിടെ ഒരു മിസോ താലി കഴിക്കാൻ വേണ്ടിയിട്ട് പോകാൻ ഒരു ഷോപ്പ് നമ്മളെ ഹോസ്റ്റ് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ്. ലോക്കൽ ബസ് ഭയങ്കര ചീപ്പാണ് ഇവിടെ. പിന്നെ ബൈക്ക് ടാക്സി മാത്രമേ ഉള്ളൂ, അതും ചീപ്പാണ്. പക്ഷേ ഈ ഒരു എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് തോന്നി അങ്ങനെ ഇതിൽ കയറി. ഇതിങ്ങനെ എല്ലാ സമയവും മെയിൻ റോഡിൽ പോയിക്കൊണ്ടിരിക്കും. ഇതുണ്ടോ ഇവിടെ ട്രാഫിക് ആയിട്ട് ഇവർ ആരും ഓവർടേക്ക് പോലും ചെയ്യുന്നില്ല. വണ്ടി ഓഫ് ചെയ്ത് ഇവിടെ ഇങ്ങനെ നിൽക്കും. ആർക്കും ഒരു തിരക്കില്ല, ഹോണടിയില്ല, ഒന്നുമില്ല. ഞാൻ ഇന്നലെ രാത്രി ഫുഡ് കഴിക്കാൻ പോയപ്പോൾ നിങ്ങൾക്ക് കാണിച്ച സംഭവമാണിത്. ക്രിസ്മസിന് ഡെക്കറേറ്റ് ചെയ്ത് അവരത് മൊത്തം കംപ്ലീറ്റ് ചെയ്ത്. അടിപൊളിയല്ലേ? ഇയാളെ കണ്ടാ മൂപ്പര് ഭയങ്കര ചില്ലാണ്. എന്നോട് എവിടുന്ന എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു. കേരളത്തിൽ നിന്നാന്ന് പറഞ്ഞപ്പോൾ ഇത്രയും ദൂരം ഒറ്റക്ക് വന്നതാണോ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര അത്ഭുതം. നമ്മളെ ഹോസ്റ്റ് സജസ്റ്റ് ചെയ്ത പോലെ നമ്മളിപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുണ്ട്. ഇവിടുത്തെ മിസോ ട്രഡീഷണൽ താലി കഴിച്ചു നോക്കാൻ. ഇതാണ് റെസ്റ്റോറൻറ്റ്. കണ്ട കത്തിയൊക്കെ ഉണ്ട്. ഓക്കെ, ഇവരുടെ കൾച്ചറിൻ്റെ ഒരു ഭാഗമാണ്. ഫുഡ് പറഞ്ഞു നോക്കട്ടെ, മെനു കാണിച്ചു തരാം. അഫോർഡബിൾ ആണ്, വലിയ ഓവർ പ്രൈസ്ഡ് ഒന്നുമല്ല. ഇവിടുത്തെ മിസോ താലിയാണ് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് മിസോ ചൗ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഇത് ബീഫ്, ചിക്കൻ, പിന്നെ അതുപോലെ തന്നെ പന്നി, ഫിഷ്, അങ്ങനെയാണ് കേട്ടോ. ഇത് ഇവരുടെ ലാംഗ്വേജിൽ എഴുതിയതാണ്. അത് ഇവിടുത്തെ റെസ്റ്റോറൻറ്റിലെ ആൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ 250 രൂപയുള്ളൂ ഇവിടുത്തെ താലിക്ക്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ചൂസ് ചെയ്യാം ഏതാ വേണ്ടത്. അപ്പോൾ ഞാൻ ബീഫാണ് പറഞ്ഞത്. അപ്പോൾ ബീഫ് ഇൻക്ലൂഡ് ആയിട്ടുള്ള മിസോ ട്രഡീഷണൽ ഫുഡ്. അപ്പോൾ അത് കഴിച്ച് നോക്കിയിട്ട് പറയാം. അതാ പറഞ്ഞ സാധനം എത്തിയിട്ടുണ്ട്. യെസ്, ഇതൊരു വലിയ മീലാണ് കേട്ടോ. കഴിച്ച് നോക്കട്ടെ. ഒരു വളരെ കുറച്ച് റൈസാണ് ഇതിൽ തരുന്നത്. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് റൈസ് അവിടെ തന്നിട്ടുണ്ട്. പിന്നെ ഇതാണ് ബീഫ് കറി എന്ന് തോന്നുന്നത്. ഇതൊന്നും എന്താണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഇതൊക്കെ ഇതിൻ്റെ കൂടെ വന്നതാണ്. ഇതും എന്താണെന്നറിയില്ല. എന്തായാലും എന്തൊക്കെയോ കറികളാണ്, കഴിച്ചു നോക്കാം. This one's pork skin chutney. Pork? Yeah. This is pork, right? This one, yeah. Pork skin chutney. Okay. And this one's just pickle. And that one's potatoes with turmeric powder. Okay. And this one's just, stinky bean Yeah. and onions and some chilies. Okay. This one's fish eggs. This one's just roasted chilies Okay. with tomatoes and onions. And that one's fish heads Okay. chutney. Okay. And that one's smoked tomato. Oh, so this is beef. Yeah, that's beef, that's dal, and that one's mixed vegetable soup. Okay, Bye. so this is only pork, right? Yeah. Rest everything is. Everything is. This one's fish heads. Okay. Those Okay. two. Okay. Yeah. Thank you. Yeah. അപ്പോൾ ഇത് പോർക്കാണ് കേട്ടോ. ഇത് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാനത് കൂട്ടുന്നില്ല. അപ്പോൾ അത് മാറ്റി വെക്കാം. പിന്നെ ബാക്കിയെല്ലാം കൂട്ടി ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഇവരുടെ ഈ ഒരു ഫുഡ് കൾച്ചർ ഭയങ്കര ഹെൽത്തിയാണ് കേട്ടോ. ബിക്കോസ് പ്രോട്ടീൻ കണ്ടൻറ്റിന് ഇവർ എന്ത് വേണമെങ്കിലും, അതായത്
ചിക്കൻ ഉണ്ട്, ബീഫുണ്ട്, അതുപോലെ പന്നിയുണ്ട്, പിന്നെ വെജിറ്റബിൾസ് എല്ലാ സാധനവും A to Z ഇതിലുണ്ട്. ഇതുണ്ട ഇവിടെ ഈ ത്രിഫ്റ്റ് കൾച്ചർ ഭയങ്കരമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ മിസോറാം എന്ന് മാത്രമല്ല, നോർത്ത് ഈസ്റ്റിലെ എല്ലാ സ്ഥലവും ത്രിഫ്റ്റ് കൾച്ചർ നല്ല രീതിക്കുണ്ട്. നോർത്തിനേക്കാളും കൂടുതൽ ഭയങ്കര ചീപ്പാണ്. ഇവിടെ ഇപ്പോൾ വിൻ്റർ വെയർസാണ് കൂടുതലുള്ളത്, ബിക്കോസ് തണുപ്പ് തുടങ്ങിയില്ലേ. പിന്നെ തൊട്ടപ്പുറത്ത് ഫ്രൂട്ട്സ്, പച്ചക്കറി, അതിൻ്റെ ഒക്കെ സ്ഥലമുണ്ട്. ഇപ്പം ഞാൻ മിസോറാമിൽ താല് കഴിച്ചു. അതിന് ശേഷം ഇവിടുന്ന് ലോക്കൽ ബസ് പിടിച്ച് ഗ്ലാസ് ബ്രിഡ്ജ്, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഗ്ലാസ് ബ്രിഡ്ജ്, അവിടെ നിന്നുള്ള ഫുൾ ഹോൾ സിറ്റി വ്യൂ കിട്ടുന്ന ഒരു ബ്രിഡ്ജാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ ബസ് വെയിറ്റിംഗ് ആണ്. ഇവിടുത്തെ ലോക്കൽ ബസ് കിട്ടും. അപ്പോൾ 20 രൂപയുള്ളൂ. ലോക്കൽ ബസ്സാണ്, ഭയങ്കര എല്ലാ സ്ഥലത്തേക്കും ലോക്കൽ ബസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ബൈക്ക് ടാക്സി എടുക്കേണ്ട ആവശ്യമില്ല. ബൈക്ക് ടാക്സി കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഇവിടുന്ന് ലോക്കൽ ബസ് എങ്ങോട്ട് പോകണമെങ്കിലും 20 രൂപ കൊടുത്താൽ മതി. അപ്പോൾ അവിടെ എത്തിയിട്ട് ഞാൻ ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ബ്രിഡ്ജിലേക്ക് പോവാണ്. ബസ്സിൽ സീറ്റൊന്നുമില്ല. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു റെസ്റ്റോറൻ്റ് ആണ്. ഇവിടുത്തെ ഒരു ലോക്കൽ റൈസ് ബിയർ കിട്ടും ഇവിടെ. നോൺ ആൽക്കഹോളിക് ആണ് കേട്ടോ. അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. ഒരു കപ്പിന് 50 രൂപ. അപ്പോൾ ഇതാണ് ബുസു. അപ്പോൾ ഇത് കുടിച്ച് നോക്കട്ടെ. ഇത് റൈസ് ബിയറാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയാണുള്ളത്. കഞ്ഞി പോലെ ഉണ്ട്. ലെറ്റ്സ് ട്രൈ. ഓ മാൻ, ഒട്ടിക്കത്തെ ചവർപ്പാണ് കേട്ടോ. ഭയങ്കര ചവർപ്പാണ്. പക്ഷേ ഇതിൽ ആൽക്കഹോൾ കണ്ടന്റ് ഇല്ലാന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. 0% ആണ് എന്നാണ് പറയുന്നത്. അപ്പം ധൈര്യമായിട്ട് കുടിക്കാം, കുഴപ്പമൊന്നുമില്ല. കുടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇതേ ഉള്ളൂ. We add rice and sugar and yeast, and we ferment it for like a week. Oh, okay. This is 0% alcohol, right? Yes. Okay. Thank you. അപ്പോൾ കൺഫേമായി, ആൽക്കഹോൾ ഇല്ല, നോ പ്രോബ്ലം. ആ കാണുന്നതാണ് ഗ്ലാസ് ബ്രിഡ്ജ്. അവിടാണ് എത്തിപ്പെടേണ്ടത്. കണ്ടില്ലേ, അവിടുന്ന് ഈ ഒരു വ്യൂ ഭയങ്കര അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ഹോൾ മിസോറാം സിറ്റി സെറ്റായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അങ്ങോട്ടേക്ക് പോകണം. കണ്ട ഇവിടെയൊക്കെ ഫുള്ളി യെല്ലോ ഫ്ലവേഴ്സ്, ഞാൻ നേരത്തെ കാണിച്ചതുപോലെ അടിപൊളിയാണ്. അപ്പോൾ ആ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അടുത്തെത്തി. ഇവിടെ എൻട്രി ഫീ 20 രൂപ. കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. പിന്നെ അതിൻ്റെ മേലെ നിന്ന് ഫോട്ടോ എടുക്കണമെങ്കിൽ 100 അങ്ങനെ എന്തോ ആണ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് ബൈക്ക് ടാക്സി തന്നെ കൂട്ടിയിട്ട് വരണം. അത് ഞാൻ അപ്പ് ആൻഡ് ഡൗണ് 300 രൂപക്ക് കിട്ടി. സാധാരണ വൺ സൈഡ് മാത്രം 200 ആവും. കുറേ ബാർഗൈൻ ചെയ്ത്. പിന്നെ മൂപ്പര് കേരളത്തിൽ വന്നിട്ടുണ്ട്. മൂപ്പർക്ക് കേരളത്തിലെ ആൾക്കാരൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ 300 രൂപക്ക് സെറ്റായി. ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളൊക്കെ മിസോറാമോ ഭയങ്കര നേരത്തെ തന്നെ തുടങ്ങി. ഒരു റെസ്റ്റോറൻ്റ് ആണ് ശരിക്കും. ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് നല്ലൊരു വ്യൂ ആണിത് സംഭവം. ആൾക്കാർ ഇവിടുന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഓ മാൻ, ശരിക്കും എന്ത് ബ്യൂട്ടിഫുള്ളാണ് നോക്കിയേ. ഓ ഈ വ്യൂ ശരിക്ക് കാണാൻ ഇതിലും അടിപൊളിയാട്ടാ. കണ്ണുകൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത്രയും അടിപൊളിയാണ്. ഓ അപ്പോൾ ഇതാണ് ആ ഗ്ലാസ് ബ്രിഡ്ജ്. അതിൻ്റെ നേരെ താഴത്താണ് ഈ വ്യൂ ഉള്ളത്. ഇവിടെ ക്രിസ്മസിൻ്റെ പരിപാടിക്ക് ഇവർ ഡെക്കറേഷനെല്ലാം ഇപ്പോഴേ തുടങ്ങി. കണ്ടോ, മാൻ
കിടിലൻ റെസ്റ്റോറൻറ്റ്. ഇവിടുന്ന് ഫുഡ് കഴിക്കാം വിത്ത് ദിസ് വ്യൂ. ഫുൾ വ്യൂ ഓഫ് മിസോറാം സിറ്റി. ആൾക്കാരൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങോട്ടേക്ക് ഇവിടെ വരെ വരാനാണ് 20 rupees. അതിൻ്റെ മേലെ പോയിട്ട് ഫോട്ടോ എടുക്കണമെങ്കിൽ 100 രൂപയാണ് ഒരു ചാർജ് ചെയ്യുന്നത്. ഈ റെസ്റ്റോറൻറ്റിൽ ഉള്ള മെനു ആണിത്. ഇവരെ ഗ്രില്ലിംഗ് ഒക്കെ കണ്ടോ, നൈസല്ലേ? അപ്പതാ ഗ്ലാസ് ബ്രിഡ്ജിലേക്കുള്ളൊരു വഴിയാണ്. ഈ സ്റ്റെപ്പ് കയറിയിട്ട് വേണം പോവാൻ. താങ്ക് യു മാൻ, ഇറ്റ്സ് ഓ കൈൻഡ് ഓഫ് യു. ഇയാളെന്താ അടിപൊളി മനുഷ്യനാ. ഞാനിപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജ് പോകാൻ ചൂസ് ചെയ്ത ഡ്രൈവർ അടിപൊളിയായിരുന്നു. മൂപ്പര് എനിക്ക് റാൻഡമായിട്ട് റോഡിൽ നിന്ന് കിട്ടിയതാ ബൈക്ക് ടാക്സി. മൂപ്പര് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇവിടുത്തെ മിസോറാം മൂപ്പര് കേരളത്തിൽ വന്നിട്ടുണ്ട്, ഓണം ഒക്കെ കൂടിയിട്ടുണ്ട്, അവിടെ എന്തോ വർക്ക് ചെയ്തിട്ടുണ്ട് കേരളത്തിലും തമിഴ്നാട് ചെന്നൈയിലൊക്കെ. അപ്പോൾ മൂപ്പര് കേരള എന്ന് പറഞ്ഞപ്പോൾ തന്നെ മൂപ്പർക്ക് നല്ലൊരു മതിപ്പായി. അങ്ങനെ ചമ്പൈ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് ഇവിടെ. അപ്പോൾ അങ്ങോട്ട് പോവാണ് ഞാൻ മറ്റന്നാൾ. നാളെ എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്, അപ്പോൾ അവൻ ജോയിൻ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അതാരാന്നൊക്കെ പറയാം. അപ്പോൾ അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ ഇവിടുന്ന് സുമോ ഉണ്ട്, ഷെയർ ടാക്സി ആയിട്ട് സുമോ ഉണ്ട്. അപ്പോൾ അത് എവിടുന്ന് കിട്ടും, സുമോക്കാരൻ്റെ നമ്പർ കാര്യങ്ങളൊക്കെ മൂപ്പര് സെറ്റപ്പാക്കി തന്നു. പിന്നെ നാളെ വിളിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് മൂപ്പര്. നാളെ സൺഡേ ഇവിടെ ആരും ഇവിടെ ഒന്നും ഓപ്പൺ ആയിരിക്കില്ല സൺഡേ, ബിക്കോസ് എല്ലാവരും ക്ലോസ് ആയിരിക്കും. രാവിലെ എല്ലാവരും ചേർച്ച് പോകും. അത് കഴിഞ്ഞ് എല്ലാവരും സ്വന്തം വീടുകളിൽ നിന്നിട്ട് ഫാമിലി ടൈമാണ് ഇവർക്ക് സൺഡേ എന്ന് പറയുന്നത്. കംപ്ലീറ്റ്ലി ഓഫാണ്, ഒരു കട പോലും തുറക്കില്ല. പിന്നെ അപ്പോൾ മൂപ്പര് പറഞ്ഞ് നാളെ ഞാൻ ഫ്രീ ആണ്, അപ്പോൾ നാളെ ഞാനൊരു 3 മണിക്ക് ശേഷം വിളിച്ചിട്ട് സുമോൻ്റെ ഡ്രൈവറിൻ്റെ നമ്പറും കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് നമ്പറൊക്കെ തന്നു. നല്ലൊരു മനുഷ്യൻ. എന്നിട്ട് എനിക്ക് ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത് ഡ്രോപ്പ് ചെയ്തിട്ട് സജഷൻ തന്നതാണ് ഈ റെസ്റ്റോറൻറ്റ്. ഇവിടെ നല്ല ഫുഡാന്നൊക്കെ പറഞ്ഞിട്ട് ചിക്കൻ കറി റൊട്ടിയാണ് കഴിക്കുന്നത്, നോക്കട്ടെ. അപ്പോൾ ദാ നല്ല സൂട് ചിക്കൻ കറി, പിന്നെ 3 റൊട്ടിയുണ്ട്. പിന്നെ ദാ മിസോ ചില്ലി ഇല്ലാത്ത ഒരു കട പോലും ഇല്ല, ബിക്കോസ് ഇവരെ എരിവ് കൂട്ടൂല. ഞാൻ മിസോ ചില്ലിൻ്റെ ഫാനായി. അപ്പം കഴിക്കട്ടെ. അപ്പോൾ നമ്മൾ ഇന്നലത്തെ പോലെ തന്നെ ഇന്ന് 5 മുട്ടയും പിന്നെ ഒരു മാഗിയും വാങ്ങിയിട്ടുണ്ട്. ഇന്നലെ പിന്നെ മുട്ട മാത്രമേ ഉള്ളൂ, പിന്നെ ഒരു കോഫി. ഇവിടെ ഇതുപോലത്തെ എല്ലാ കടകളിലും കോഫി മെഷീൻ ഉണ്ട് കേട്ടോ, ഇൻസ്റ്റൻറ്റ് കോഫി. 10 രൂപയേ ഉള്ളൂ ഫിൽറ്റർ കോഫിക്ക്. അമ്മൂമ്മ നല്ല വലിയാണ്. ചെരുപ്പ് പുറത്ത് അയച്ചിട്ടപ്പോൾ പറഞ്ഞ ചെരുപ്പ് പുറത്ത് അയക്കണ്ട, കോൾഡല്ലേ, ഉള്ളിൽ ചവിട്ടിട്ട് തന്നെ കയറിക്ക് വന്നു. നമ്മളെ ഹോസ്റ്റ് ഉണ്ട്, ഡിന്നർ ഉണ്ടാക്കാണ്. വാട്ട്സ് ഫോർ ഡിന്നർ? Anda curry. Nice. Nice miso curry, yeah? Yeah. അപ്പം നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്, ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും എങ്ങോട്ടെങ്കിലൊക്കെ ഏത് സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം, പക്ഷേ യു ഷുഡ് ഡു സോളോ ട്രാവൽ. അത് ഭയങ്കര രസമാണ്. ഇപ്പം ഞാൻ മിസോറാമിൽ ഒരു പരിചയമില്ല, ഒരു ബന്ധമില്ലാത്ത ഏതോ ഒരാളുടെ വീട്ടിലാണ് പോരെ നമുക്ക് വേണ്ടി കുക്ക് ചെയ്ത് തരാം. നമ്മൾ ഓഫ്കോഴ്സ് അവർക്ക് പേ ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നാലും ഭയങ്കര വെൽക്കമിങ് ആണ് ഇവർ. ഒരു ഹോംലി ഫീൽ. നമുക്ക് വേണ്ട ഫുഡ് നമ്മളോട് തന്നെ കുക്ക് ചെയ്തോ വേണമെങ്കിൽ എന്ന് പറഞ്ഞു. അപ്പം ഞാനാണ് ഇന്ന് എൻ്റെ ഫുഡ് കുക്ക് ചെയ്യുന്നത്. ഫുഡ് എന്ന് പറയാനൊന്നുമില്ല, നൂഡിൽസും പിന്നെ മുട്ട പൊയ്ക്കതും. അപ്പം എന്നോട് പറഞ്ഞു, നീ നിനക്ക് ഇഷ്ടമുള്ള പോലെ കുക്ക് ചെയ്തോ, പ്രശ്നമല്ല. അപ്പോൾ യു ഷുഡ് ഡു സോളോ ട്രാവൽ അറ്റ്ലീസ്റ്റ് വൺസ്. എന്താണ് പൊട്ടിക്കുന്നതെന്ന് അറിയില്ല, കൊതുകോ ഇല്ലെങ്കിൽ വേറെന്തെങ്കിലും പ്രാണിയോ കാര്യമായിട്ട് പൊട്ടുന്നുണ്ട്. അതവിടെ കുക്കിയാണ്. നോക്കി ഇതിൻ്റെ മേലെ കയറിയിട്ട് കുക്ക് ചെയ്യാൻ പോവാണ്. വെള്ളം ചൂടാക്കാൻ വെച്ചു.
മുട്ട ഓൾറെഡി നമ്മൾ പൊയിങ്ങി വെച്ചതാണ്. ഇതിനിപ്പോൾ മാഗി ഉണ്ടാക്കിയാൽ മാത്രം മതി. അപ്പം ഉണ്ടാക്കട്ടെ, കഴിക്കട്ടെ. കില്ലർ മീനാണ് കേട്ടോ ഇന്ന് അടിക്കാൻ പോകുന്നത്. ഹൈ പ്രോട്ടീൻ. ബാക്കി സെറ്റാക്കട്ടെ. എൻ്റെ പേരൊന്നും ചോദിക്കില്ല കേട്ടോ. ഇത് ഒരു 5 മുട്ട ബോയിൽ ചെയ്ത് എന്നിട്ട് അതിലേക്കൊരു 10 രൂപേൻ്റെ മാഗി വാങ്ങിയിട്ട് അത്ര തന്നെ. അല്ലാണ്ട് മുട്ട അങ്ങനെ കഴിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഇന്നത്തെ പരിപാടികളൊക്കെ കുറച്ച് നേരത്തെ കഴിഞ്ഞ് കുറച്ച് നേരത്തെ ഉറങ്ങാം. നാളെ ഇപ്പോൾ സൺഡേ ആണ്. സൺഡേ ഇവിടെ എല്ലാം ക്ലോസ് ആണ്. അപ്പം അതിൻ്റെ വിഷ്വൽസ് എല്ലാം നാളെ എടുക്കണം പോയിട്ട്. നാളെ രാവിലെ ആണ് ഇവർ പള്ളിയിൽ പോവുക. 10 മണി അങ്ങനെ ആ ഒരു ടൈമിന്. അപ്പോൾ ആ സമയത്ത് എണീറ്റ് പോകണമെന്നുണ്ട്. അപ്പം ശരി, ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ.